ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചൈനീസ് അനിമേറ്റഡ് സീരീസായ സീസർ 7 ആണ്. ഈ അനിമിയുടെ പ്ലോട്ട് എന്തെന്നാൽ കഥാനായകനായ 7 എന്ന ക്യാരക്ടറിന് അവന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നു. അതിനാൽ തന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി 7 നടത്തുന്ന ജേണിയിലൂടെ ആക്ഷനും കോമഡിയും എല്ലാം കലർന്ന് ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന ഒരു അനിമിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീസർ 7 സീസൺ 1 എപ്പിസോഡ് 1. ഹീറോ തൻ്റെ ടാർഗറ്റിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ്റെ എതിരെ വരുന്ന എല്ലാവരെയും വെട്ടി വീഴ്ത്തിയിട്ട് ആ ടാർഗറ്റിനെ കൊല്ലുന്നുണ്ടാവും. ആ മിഷൻ ഏൽപ്പിച്ച വ്യക്തി ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കില്ലറാണ് നീ എന്ന് പറഞ്ഞിട്ട് ഹീറോക്ക് $100,000 കൊടുക്കുന്ന സമയത്ത് ഹീറോ അയാളെയും കൊന്നിട്ട് എനിക്ക് ഇതിലും ബെറ്റർ ഓഫർ കിട്ടി എന്ന് പറഞ്ഞ് ബാഡാസായി നടക്കുന്ന പോലെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും ഇമാജിൻ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഒരു പയ്യൻ അങ്ങോട്ട് വന്നിട്ട് ഒരു സൂപ്പ് ഓർഡർ ചെയ്യുമ്പോൾ ഹീറോയും അവൻ്റെ സിസർ കൺട്രോളിങ് എബിലിറ്റി വെച്ചിട്ട് അവൻ്റെ സ്റ്റൈലിൽ ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആ പയ്യനാണെങ്കിൽ ഒരു ബീഫ് സൂപ്പിന് ഇത്രയും ബിൽഡപ്പ് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഡൈബോ അവൻ്റെ അടുത്ത് പോയി വീട്ടിലിരുന്ന് ബീഫ് തിന്നടാ എന്ന് പറഞ്ഞിട്ട് ഹീറോൻ്റെ അടുത്ത് നമുക്ക് ബീഫ് സെയിൽ ചെയ്യുന്നത് നിർത്തിയിട്ട് കില്ലേഴ്സ് ആവാ, അങ്ങനെ ആവുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ധാരാളം പണം സമ്പാദിക്കാൻ പറ്റും, ഇത്രയും മികച്ച ജോലി എവിടെ കിട്ടാനാ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ നീ ഈ ജോലിനെ കുറിച്ചും അങ്ങനെ തന്നെയല്ല പറഞ്ഞേ എന്ന് പറയുന്ന സമയത്ത് ഡൈബോയും നിനക്ക് നിന്റെ മിസ്റ്റീരിയസ് പാസ്റ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡൈബോയും നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ, ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ നമുക്ക് കില്ലേഴ്സ് ആയിട്ട് ആവശ്യമുള്ളത്ര പണം സമ്പാദിച്ച ശേഷം ഞാൻ നിന്നെ സ്റ്റാനിലേക്ക് കൊണ്ടുപോവാം, അവരെ ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് നിന്റെ മെമ്മറീസ് വീണ്ടെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അതിന് എത്ര ചെലവാകും എന്ന് ചോദിക്കുമ്പോൾ ഡൈബോയും $1 million എന്ന് പറയുന്നുണ്ടാവും. എന്നിട്ട് അവൻ കില്ലേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഈ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തൊഴിലാണിത്. പൊതുവെ 2 തരം കില്ലേഴ്സ് ആണുള്ളത്. ഒന്നാമത് ഫുൾ ടൈമേഴ്സ്. ഇവർ ഡിസിപ്ലിൻ ഉള്ള ഒരു ഗ്യാങ് ആയിരിക്കും, കൂടാതെ ഇവർക്ക് ഗവൺമെന്റിന്റെ പിന്തുണ ഉണ്ടാവും. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫ്രീലാൻസേഴ്സ് ആണ്. ഇവരുടെ സർവീസൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്, എന്നാൽ ഇവർക്കൊരിക്കലും ടാർഗറ്റ് മിസ്സാവൂല. ഇവരെ റാങ്ക് ചെയ്യുന്നത് സ്കിൽസിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഈ കില്ലേഴ്സിന്റെ തൊഴിൽ ഇല്ലീഗൽ ആയത് കാരണം അവർക്ക് ഐഡന്റിറ്റി മറയ്ക്കാൻ വേണ്ടി മറ്റൊരു തൊഴിലിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നീ പറയുന്ന കേട്ടിട്ട് ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു, ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡൈബോ ആണെങ്കിൽ നീ എങ്ങാണ്, നിനക്ക് നിന്റെ പാസ്റ്റിനെ കുറിച്ച് അറിയില്ല, നിനക്ക് ഫാമിലി ഇല്ല, നിന്റെ കയ്യിൽ പൈസ ഇല്ല, നീയാണ് ഈ കില്ലർ ആവാനുള്ള ക്രാഷ് കോഴ്സിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരാളാണെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ ഡൈബോനോട് ചൂടാവുന്നുണ്ടാവും. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു കില്ലറിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട 4 സ്കിൽസ് പഠിപ്പിക്കുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ന്യൂയിനിക്കേറ്റത്തിനുള്ള സ്കില്ലായിരിക്കും. അതിനുവേണ്ടി ഡൈബോ ഗൈബ എഗ് എന്ന് പറഞ്ഞ അവൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ മുട്ട വലിച്ചെറിയുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് രൂപത്തിലും നമുക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റും, എന്നാൽ നമ്മൾ മനുഷ്യനാണെന്ന് മറന്നിട്ട് തെറ്റാരൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഇത് കണ്ടിട്ട് വിയേർഡായിട്ട് തോന്നുന്നു, ഇത് നീ തന്നെയാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഡൈബോ ഞാൻ ഇതൊക്കെ ചെയ്തത് നിന്റെ മെമ്മറീസ് വീണ്ടെടുക്കാനുള്ള പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മാൻഷനോ കാറോ എന്ത് വേണമെങ്കിലും വാങ്ങായിരുന്നു, എന്നാൽ ഞാൻ ഇത് നിനക്ക് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ ഹീറോ ഒരു ഫീമെയിൽ ചിക്കനായി ട്രാൻസ്ഫോം ആയിട്ട് ഡൈബോനെ വെച്ച് ഫൺ ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് എതിരാളികളെ ഒറ്റ സ്ട്രൈക്കിന് കൊല്ലുക എന്നതായിരിക്കും. അതിനുവേണ്ടി ഹീറോന്റെ അടുത്ത് മീറ്റ് ബോൾ എടുക്കാൻ പറയുന്ന സമയത്ത് ഹീറോക്ക് അത് എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഡൈബോ ഹീറോന്റെ അടുത്ത് നീ എപ്പോഴും നല്ല ഫോക്കസ്ഡ് ആയിരിക്കണം, നിന്റെ ഓരോ അറ്റാക്കും വളരെ ഫാസ്റ്റ് ആയിരിക്കണം, നിനക്ക് ഈ മീറ്റ് ബോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ നീ മരിച്ചു പോവും എന്ന് പറഞ്ഞിട്ട് അവൻ ആ മീറ്റ് ബോൾ എടുത്ത് തിന്നുന്ന സമയത്ത് അതിന്റെ ചൂട് കാരണം വായൊക്കെ പൊള്ളുന്നുണ്ടാവും. മൂന്നാമത്തെ സ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു സീനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും. അതിനുവേണ്ടി ഷാംഫെ എന്ന് പറഞ്ഞ ഒരു ചിക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ചിക്കന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അവന് പറക്കാൻ പറ്റും എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഈ ക്യൂട്ടായിട്ടുള്ള ചിക്കന് പറക്കാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഷാംഫെ ആണെങ്കിൽ നമ്മളെ ഹീറോന്റെ ബോൾസുമ പിടിച്ചിട്ട് പറക്കുന്നുണ്ടാവും. ഹീറോ എൻ്റെ പാൻറ് ലൂസാണ് രക്ഷിക്കടാ എന്ന് പറഞ്ഞ് അലറുന്നുണ്ടാവും. നാലാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് കരുണയില്ലാതിരിക്കുക
കൊല്ലാതിരിക്കുക എന്നതാണ്. അതിനുവേണ്ടി ഹീറോനോട് ഒരു പൂച്ചേനെ കൊല്ലാൻ പറയുന്ന സമയത്ത് ആ പൂച്ചയാണെങ്കിൽ ഹീറോന്റെ ഫേസിലാകെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ടാവും. ഒരു മീനിനെ കൊല്ലാൻ പറയുന്ന സമയത്ത് അവന് അതും പറ്റുന്നുണ്ടാവില്ല. അവസാനം ഒരു പുഴുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടാവും. അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഹീറോക്ക് പ്രൊഫഷണൽ കില്ലറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും. ഡൈബോ ആണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, നിനക്ക് കോമ്പാക്ട് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വെഡിങ് റിസപ്ഷൻ ചൂണ്ടിക്കാണിച്ച് അവിടുത്തെ കല്യാണ പെണ്ണിന്റെ ഹെയർ കട്ട് ചെയ്ത് നീ എസ്കേപ്പ് ആവണം എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഇന്ന് അവൾക്ക് വളരെ സ്പെഷ്യൽ ഡേ ആയിരിക്കും എന്ന് പറയുമ്പോൾ വരന്റെ എക്സ് ഗേൾ ഫ്രണ്ട് നമുക്ക് അതിനു വേണ്ടി $5000 തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും അതിന് സമ്മതിക്കുന്നുണ്ടാവും. ആങ്കർ ആണെങ്കിൽ ഈ ബ്യൂട്ടിഫുൾ കപ്പിൾസിന്റെ മാരേജിലേക്ക് വന്ന എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവര് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ മെമ്മറീസ് ഒക്കെ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അവിടെ ഉള്ള ഒരു ഗസ്റ്റ് ആണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് മറന്നുപോകും എന്ന് പറഞ്ഞിട്ട് ഹീറോനെ ഭക്ഷണമെന്ന് വിചാരിച്ച് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരെയും പഞ്ഞിക്കിടുന്നുണ്ടാവും. അങ്ങനെ ബ്രൈഡിന്റെ മുടി വെട്ടാൻ പോകുന്ന സമയത്ത് അവൻ ആ മെമ്മറീസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് മാത്രം എന്താ ഒരു മെമ്മറീസും ഇല്ലാത്ത, ഞാൻ എങ്ങനത്തെ പേഴ്സൺ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആങ്കർ ഈ 2 ബാല്യകാല പ്രണയ ജോഡികൾ നമ്മളെ അസൂയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോനെ കണ്ട് വായും പൊളന്ന് നിൽക്കുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ എനിക്ക് മാത്രം എന്താ മെമ്മറീസ് ഒന്നും തിരിച്ചു കിട്ടാത്ത എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാവും. എന്നിട്ട് അവൻ വരന്റെ മുടി വെട്ടിയിട്ട് സോറി മാറിപ്പോയി എന്ന് പറഞ്ഞ് വധുവിൻ്റെയും കൂടി മുടി വെട്ടുന്ന സമയത്ത് എല്ലാവരും അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ആ ശബ്ദം കേട്ടിട്ട് ഡൈബോ അവിടുന്ന് എസ്കേപ്പ് ആവുന്ന സമയത്ത് ഹീറോയും അവന്റെ പുറകെ ഓടുന്നുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് ഹീറോ ഒരു റോബോട്ടുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ടാവും. ആ റോബോട്ടിന്റെ സിമ്പൽ കണ്ടിട്ട് നീ സ്റ്റാനിൽ നിന്ന് വന്നതാണോ, ആളുകളുടെ മെമ്മറീസ് വീണ്ടെടുക്കാനുള്ള ടെക്നോളജി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ റോബോട്ടാണെങ്കിൽ ഞാൻ സ്റ്റാനിന്റെ റിസോഴ്സസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണ വെറും റോബോട്ട് മാത്രമാണ്, എൻ്റെ മെമ്മറീസ് ഒക്കെ ഓൾറെഡി ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും എൻ്റെ ഡാറ്റയിൽ അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ടോക്കൺ നിന്റേതാണോ എന്ന് ഹീറോനോട് ചോദിക്കുമ്പോൾ ഹീറോയും അതെ എന്ന് പറയുന്ന സമയത്ത് ആ റോബോട്ടാണെങ്കിൽ ഈ ടോക്കൺ കൈവശമുള്ള ആളുകൾ സ്റ്റാനിന്റെ ശത്രുക്കളാണ്, അവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ നേരെ ഒരു ബ്ലാസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടാവും. അവിടെ ഉള്ള ഒരു അപ്പാപ്പനാണെങ്കിൽ റോഡ് നശിപ്പിച്ചു കഴിഞ്ഞാല് $5000 ഫൈനാണ് എന്ന് പറയുന്ന സമയത്ത് അയാളെ മേത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഹീറോ അവന്റെ സിസർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സിസർ ആണെങ്കിൽ ആ വെഡിങ് റിസപ്ഷനിലെ ആങ്കറിന്റെ മുടിയും കൂടി വെട്ടിയിട്ട് നമ്മളെ ഹീറോന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആ റോബോട്ട് ഹീറോനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഹീറോ ആ റോബോട്ടിന്റെ ഒരു കൈ മാത്രം ഡിസ്ട്രോ ചെയ്യുന്നുണ്ടാവും. ഹീറോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ, നീ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ റോബോട്ടും എന്തോ പറയാൻ നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്ന് അതിനെ ഡിസ്ട്രോ ചെയ്യുന്നുണ്ടാവും. അവള് നിനക്കെന്തിനാ കില്ലർ ലീഗിലെ ടോക്കൺ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും ഇവള് ഈ ടോക്കനെ കുറിച്ചാണോ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ റോബോട്ടും അതിന്റെ മിഷനിൽ പരാജയപ്പെട്ട കാരണം സെൽഫ് ഡിസ്ട്രക്ഷൻ മൂഡ് ഓൺ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ആ പെണ്ണ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടാവും. ഹീറോയും ആ ടോക്കൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഷാംഫെ അവനെ രക്ഷിക്കുന്നുണ്ടാവും. ഡൈബോ ഹീറോന്റെ അടുത്ത് ഉറങ്ങുന്ന നിർത്തിയിട്ട് എഴുന്നേക്കടാ, നിന്നോട് കുറച്ച് മുടി കട്ട് ചെയ്ത് വരാൻ പറഞ്ഞാൽ നീ സിറ്റിയിൽ ഒരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാക്കി, നമ്മൾ ഈ മിഷനിൽ പരാജയപ്പെട്ടു, പൈസ ഇല്ലാത്തോണ്ട് വെറും ബണ്ണ് മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഹീറോ നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം, അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡൈബോ നമുക്ക് എങ്ങനെ കില്ലർ ലീഗിലെ മെമ്പേഴ്സിനെ കണ്ടെത്താൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ ഡൈബോ ആണെങ്കിൽ അതൊരു മിസ്റ്റീരിയസ് ഓർഗനൈസേഷൻ ആണ്, അവരൊരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, എന്നാൽ ടോപ്പ് 100 കില്ലേഴ്സിന്റെ ലിസ്റ്റിൽ നീ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കില്ലേഴ്സ് യൂണിയനും നിന്നെ തേടി വരും എന്ന് പറയുന്ന സമയത്ത് ഹീറോ അവന്റെ പേരെഴുതിയ ടോക്കൺ നോട്ട് നോക്കിയിട്ട് ഡൈബോ അങ്ങനെയാണെങ്കിൽ എന്നെ ആ 100 കില്ലേഴ്സിൽ ഒരാളാക്കി മാറ്റ് എന്ന് പറയുമ്പോൾ ഡൈബോയും ഹീറോക്ക് വേണ്ടി പുതിയതായിട്ടുണ്ടാക്കിയ ആ കത്രിക കൊടുക്കുന്നുണ്ടാവും.
അങ്ങനെ അവർ കില്ലേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി മറയ്ക്കാൻ വേണ്ടി സൈഡ് ബിസിനസ്സായിട്ട് ഒരു സലൂൺ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും. അതിലൂടെ ഒരു മുത്തശ്ശി പോകുന്ന സമയത്ത് ബ്യൂട്ടി യു വാണ്ട് ഹെയർ കട്ട് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഡൈബോ ആണെങ്കിൽ ഇവിടെ സ്പെഷ്യൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ മുത്തശ്ശിയാണെങ്കിൽ പോള വൃത്തിയേട്ടന്മാരെ എന്ന് പറയുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, ഹീറോ ആരായിരുന്നു, ഹീറോക്ക് കില്ലേഴ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊക്കെ നമുക്ക് ഇനിയുള്ള എപ്പിസോഡുകൾ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. എന്നാൽ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.